ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച് നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. നടി മീനു മുനീറിന്റെ ഈ വെളിപ്പെടുത്തലാണ് തുടക്കം. പരാതി നൽകിയതോടെ MLA കൂടിയായ മുകേഷിന് മൗനവ്രതം അവസാനിപ്പിക്കേണ്ടി വന്നു. വിശദീകരണത്തിലുടനീളം മീനുവിനെതിരെയുള്ള അമ്പുകളായിരുന്നു. നടന്നത് പണത്തിനു വേണ്ടിയുള്ള ബ്ലാക്ക്മെയിൽ തന്ത്രങ്ങളെന്ന് ആരോപണം. 2022 പണം ആവശ്യപ്പെട്ട് പരാതിക്കാരി തന്നെ സമീപിച്ചു. പണം നൽകാൻ വിസമ്മതിച്ചതോടെ ഇവരുടെ ഭർത്താവെന്ന് പരിചയപ്പെടുത്തിയ ഒരാളും സമാന ആവശ്യവുമായി എത്തി. പിന്നീട് ഭീഷണിപ്പെടുത്തലായെന്നും മുകേഷ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് പരാതിക്കാരിയായ മിനു മുനീറിന്റെ വാദം. 2022 ബ്ലാക്ക് മെയിൽ ചെയ്തെന്നല്ല പറഞ്ഞേ, തെളിവുകളുണ്ടെന്നല്ല പറഞ്ഞേ. ഇദ്ദേഹം ഒരു MLA ആയിട്ട് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഇത്രയും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തില്ല? അതൊക്കെ നോർത്ത് പോയിന്റ് അല്ലേ? അപ്പോൾ ഇത് കള്ളല്ലേ? ചെങ്കൊടി കയ്യിലേന്തിയ ചിത്രം ഒപ്പമിട്ടായിരുന്നു ഫേസ്ബുക്കിൽ മുകേഷിന്റെ ആദ്യ വിശദീകരണ കുറിപ്പ്. മിനിറ്റുകൾക്ക് പിന്നാലെ തത്സ്ഥാനത്ത് മറ്റൊരു ചിരിച്ചിത്രം ഇടം പിടിച്ചു. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുകേഷിനെതിരെ എതിർശബ്ദങ്ങൾ ഉയർന്നു. വനിതകളടക്കമുള്ള അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർത്തി. MLAക്കെതിരായ പരാതി പാർട്ടിയിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഏത് വെളിപ്പെടുത്തലുകൾ വന്നാലും ഏത് പരാതി ലഭിച്ചാലും ഫലപ്രദമായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് CPMന്റെ നിലപാട്. എന്നാൽ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ ആലോചനയിലില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.